ഹലോ ഗൈസ്, വെൽക്കം ബാക്ക്. അപ്പൊ ഇന്ന് രാവിലെ എണീറ്റ് പല്ലുതേപ്പും കുളിയൊക്കെ കഴിഞ്ഞ് ബ്രേക്ക്ഫാസ്റ്റ് കഴിക്കാൻ നേരം ഫോൺ എടുത്ത് ഇൻസ്റ്റാഗ്രാം തുറന്ന മുതലേ ഇപ്പൊ ഓഫീസിലെത്തി. ഈ ഓഫീസിലെത്തിയിട്ട് നമ്മൾ ഇൻസ്റ്റാഗ്രാം തുറന്നപ്പോഴും ഇൻസ്റ്റാഗ്രാമിൽ ആകെ കളിക്കുന്ന ഒരു വീഡിയോ എന്ന് പറഞ്ഞാല് ദേ ഈ ഒരു സാധനം. അപ്പൊ ഈ കളിക്കാൻ നിൽക്കുന്ന സമയത്ത് എനിക്ക് മനസ്സിലായില്ല, എനിക്ക് ഒരു കയ്യേ ഉള്ളൂ, ഒരു കൈ ഇല്ല എന്നുള്ളത് എനിക്ക് മനസ്സിലായിട്ടില്ല തോന്നുന്നു. അപ്പൊ ആ കൈയില്ല എന്ന് മനസ്സിലാക്കിയപ്പോഴുള്ള പരിപാടിയാണ് അടുത്തത്. അപ്പൊ ഇതാണ് സംഗതി. തുടക്കത്തില് ഒരുപാട് വീഡിയോ ഹിന്ദി ആയതുകൊണ്ട് എനിക്ക് കൂടുതലായിട്ടൊന്നും മനസ്സിലായില്ല. അപ്പോൾ മനസ്സിലായിട്ടൊന്നുമില്ല. എന്നാലും ഏതൊരു സാധനം എടുത്താലും അതിൽ മലയാളത്തിലുള്ള വീഡിയോ ഇല്ലാതിരിക്കുമല്ലോ. അപ്പോൾ നമ്മുടെ കയ്യിലുണ്ട്. അപ്പോൾ അതും നമുക്ക് നോക്കാം. ഇതിൽ ഒരുപാട് സാധനങ്ങളുണ്ട്, അതും വേണമെങ്കിൽ നമുക്ക് നോക്കാം. സമയമുള്ളവർക്ക് കാണാം. കലാപരിപാടികൾ തുടങ്ങാൻ ആരംഭിക്കാൻ. हेलो भाई साहब। हाँ जी। मुझे अपनी गर्लफ्रेंड को लॉन्ग ड्राइव पे लेके जाना है। അവൻ്റെ ഗേൾഫ്രണ്ടിനെയും കൊണ്ട് അവനക്ക് ലോങ് റൈഡിന് പോകണം. तो स्कूटी स्टार्ट कर दो। അങ്ങനെ സ്കൂട്ടർ ഒന്ന് സ്റ്റാർട്ടായി കൊടുക്കണം. അപ്പോൾ അവനക്ക് കൈയില്ല, മനസ്സിലായല്ലോ. കൈയില്ല എന്നുള്ള കാര്യം മനസ്സിലായില്ലേ? क्यों आपके हाथ नहीं है क्या? നമ്മള് സാധാരണ ഒന്നുമില്ലെങ്കിൽ കാലുകൊണ്ട് കിക്കർ അടിച്ചിട്ടാണ് വണ്ടി സ്റ്റാർട്ട് ചെയ്യുക. അതല്ലെങ്കിൽ വലത് കൈ കൊണ്ടായിരിക്കും സെൽഫ് അടിക്കുക. ഇത് ഇടത് കൈ നോക്കിയിട്ട്. हाँ चल ठीक है भाई, रखता हूँ फोन। अरे भाई साहब। हाँ यार एक बार ये फोन काट दो। ഫോണ് പോക്കറ്റിലിടാന് അതല്ലെങ്കിൽ കട്ട് ചെയ്യാനൊക്കെ വേണ്ടിയിട്ടായിരിക്കും. ഹിന്ദി ആണല്ലോ, നമുക്ക് കൂടുതലായിട്ടൊന്നും അറിയില്ല. അപ്പൊ എന്തായാലും ഈ രണ്ട് കാര്യത്തിന് എന്തായാലും ആയിരിക്കും. എന്തായാലും ഇവൻ എങ്ങനെ എടുത്ത് ഈ ഫോൺ ചെവിയിൽ വെച്ച് എന്നുള്ളതാണ് എന്റെ സംശയം. क्यों आपके हाथ नहीं है क्या? അപ്പൊ രണ്ട് കയ്യും ഇല്ലാത്തവന്റെ രണ്ട് കയ്യും പുറത്തേക്ക് വന്നിട്ടുണ്ട് കേട്ടോ. സംഗതി ക്രിയേറ്റർ ആണ്, എന്നാലും ചെയ്യുന്നതിലൊരു മാന്യത വേണ്ടേ. എന്തായാലും നമുക്ക് നമ്മുടെ അടുത്ത വീഡിയോ നോക്കാം. भाई एक बार हैंडल पकड़ना। നമ്മള് ബൈക്ക് ഓടിക്കുമ്പോൾ അല്ലെങ്കിൽ സൈക്കിളൊക്കെ ഓടിക്കുന്ന സമയത്തൊക്കെ, നമ്മൾ ചെറുപ്പത്തിൽ സൈക്കിളൊക്കെ ഓടിക്കുന്ന സമയത്ത് രണ്ട് കൈയൊക്കെ വിട്ട് ഓടിക്കാറുണ്ട്. ബൈക്കും അത്യാവശ്യം രണ്ട് കൈയൊക്കെ വിട്ട് ഓടിക്കാറുണ്ട്. പക്ഷെ കണ്ടിന്യൂ ആയിട്ട് ഇങ്ങനെ രണ്ട് കൈയും ഇല്ലാണ്ട് ബൈക്ക് ഓടിക്കാൻ പറ്റും? എങ്ങനെ ക്ലച്ചൊക്കെ എങ്ങനെ പിടിക്കുക? ബാക്കിലുള്ള ആൾ പിടിച്ചു കൊടുക്കേണ്ടി വരികയായിരിക്കും ക്ലച്ചൊക്കെ. ബൈക്ക് എടുക്കുന്ന സമയത്തൊന്നും ആ ബാക്കിലിരിക്കണമെന്ന് മനസ്സിലായിട്ടില്ല എനിക്ക് കൈയില്ല എന്നുള്ള കാര്യം. പോരാ, റോട്ടിൽ വന്ന് നെഞ്ഞു അടിച്ച് വീണതും പോരാ, ഉള്ള വെയിലും പോയത് പോരാ, അതിന്റെ പുറമെ അവനക്ക് വേറെ വീഡിയോ എടുക്കൽ വേറെ. അല്ല, അതൊരു സംഗതിയാണ് കേട്ടോ. സാധാരണ ഇങ്ങനെ വല്ല അപകടമൊക്കെ നടന്നു കഴിഞ്ഞാൽ അവിടെ ക്യാമറയും പൊക്കി പിടിച്ച് കുറേ എണ്ണം വരും. അതൊരു സംഗതിയാണ് അതിലുള്ളത്. എന്തായാലും ബാക്കിയുള്ളതിനോട് നമുക്ക് യോജിക്കാൻ പറ്റില്ല. അപ്പൊ എന്തായാലും സംഗതി അവന് പെയിന്റൊക്കെ പോയി. എന്തായാലും എവിടത്തൊക്കെ പെയിന്റ് പോയിക്കുന്നത് കുറച്ചൊക്കെ അറിയുള്ളൂ. അത് എന്തായാലും നമുക്ക് നമ്മുടെ അടുത്ത വീഡിയോ നോക്കാം. അപ്പോൾ ഹോസ്പിറ്റലിലാണ്. അപ്പൊ എന്താ സംഭവം എന്നുള്ള അറിയില്ല, നമുക്ക് നോക്കാം. कैंसर होता तो बचा लेते, लेकिन आपके पेशेंट को तो ക്യാൻസർ എന്നെന്തോ പറയുന്നുണ്ട്. അപ്പോൾ ക്യാൻസർ ആവാനാണ് സാധ്യത. അപ്പൊ അവിടെ എന്താ അടുത്തതെന്നുള്ളത് നമുക്ക് നോക്കാം. സംഗതി അവനക്ക് മൂലയിലാണ് തോന്നുന്നത്. അവനക്ക് ക്യാൻസർ എന്നാണ് തോന്നുന്നത്. അവന്റെ നിപ്പ് കണ്ടില്ല, ആ ഉള്ളിലുള്ളവന്റെ നിപ്പ് കണ്ടില്ല നിങ്ങള്? ഇത് മൂലക്കുരു കാണാം, മൂലത്തില് ക്യാൻസർ ആണെന്നുള്ള കാര്യം അറിയില്ല. എന്തായാലും ദൈവത്തിനോട് മോയെ കളിക്കാൻ പറഞ്ഞിരിക്കണം. അപ്പോ സംഗതി വലിയ കുഴപ്പമൊന്നുമില്ല, നമുക്ക് അടുത്തത് നോക്കാം. അപ്പൊ ആദ്യത്തെ അവൻ തട്ടിയിട്ട് അവനക്ക് കണ്ണ് കാണില്ല. അതായത് നടന്നു പോകണവനക്ക് കയ്യിൽ വടിയും കാര്യങ്ങളൊക്കെ ഉണ്ട്, അവനക്ക് കണ്ണ് കാണില്ല. ഇനി അടുത്തത് എന്താന്നുള്ളത് നോക്കാം. अरे भाई आप ही मुझे उठाने में मेरी हेल्प कर दो। भाई मेरा तो हाथ ही नहीं है। ഓ, അവനക്ക് രണ്ട് കയ്യും ഇല്ല. ഇനി അടുത്ത ആൾക്ക് എന്താ പ്രശ്നം എന്നുള്ളത് നമുക്ക് നോക്കാം. भाई सुनो आप ही मेरी मदद कर दो। वो बहरा है। അവന് ചെവിയും കേൾക്കില്ല, പൊട്ടനാണ്.
ഇവൻ പൊട്ടനാണ് മുതലാളി. ഇനി അടുത്തത് ആ വീണവനിക്ക് എന്തെങ്കിലും പ്രശ്നം ഉണ്ടെന്നുള്ളത് നമുക്ക് കൂടി നോക്കട്ടോ. नहीं सकता। आप अपनी मदद खुद क्यों नहीं कर लेते? अभी एक अंधे के साथ हादसा हुआ है, अब मैं चल नहीं सकता, मेरे दोनों पैर चले गए। അവനിക്ക് കാര്യമായിട്ട് എന്തോ പ്രശ്നമുണ്ട്, എനിക്ക് മനസ്സിലായത് അവർക്ക് രണ്ട് കാര്യം ശേഷിയില്ലാന്ന് തോന്നുന്നു ഹിന്ദിയിൽ പറഞ്ഞു തോന്നുന്നു. പിന്നെ എങ്ങനെ അവൻ നടന്നു വന്നെന്ന് അറിയില്ല. എന്തായാലും നമുക്ക് അതിൽ ഒരു വ്യക്തത ഇല്ല. എന്തായാലും ഇതിൽ ഒരുപാട് ആളുകളുണ്ട്. കണ്ണ് കാണാത്ത ആളുണ്ട്, ബദറിനും മൂങ്ങനുമായ ആളുണ്ട്, രണ്ട് കൈയില്ലാത്ത ആളുണ്ട്, അവസാനം പറഞ്ഞത് കാലിന് ശേഷിയില്ല. അത് നമുക്ക് ശരി പോട്ടെ. അപ്പം എന്തായാലും നമുക്ക് നമ്മുടെ അടുത്ത വീഡിയോ നോക്കാം. എന്താടേ എന്താ അവൻ ചെരുപ്പ് കാലും കൊണ്ടല്ലേ ഇടുന്നത്? കൈയും കൊണ്ട് എടുത്തിട്ട് കാലിലിടില്ല, കൈ കൊണ്ടല്ലേ ഇടുന്നത്. സംഗതി വേറെ ഒന്നല്ല, അവൻ മോയെ കളിക്കാൻ ആളെ വിളിക്കാൻ പോയിക്കെന്ന് എനിക്ക് തോന്നണത്. എനിക്കൊക്കെ മോയെ കളിക്കാൻ വേണ്ടി അടുത്ത ആളെ വിളിക്കാനായിട്ട് പോയതാ തോന്നുന്നത്, കളിക്കാനായിട്ട്. ഇനിയിപ്പൊ അവിടെ പോയിട്ട് എന്താ പരിപാടി എന്നുള്ളത് നമുക്ക് നോക്കാം. ഇവ എന്ത് കണ്ടിട്ട് ആദ്യം അവിടെ നിന്ന് അങ്ങോട്ട് മോയെ കളിക്കാൻ ഓടിയത്. അതിൽ ആശാൻ രണ്ട് കൈ ബാക്ക് കൂടെ കാണിക്കുന്നുണ്ട്. അതിന്റെ പുറമെ ഷർട്ടിന്റെ കൈയൊക്കെ ഇവിടെ കെട്ടി വെച്ചിട്ടുണ്ട്. എന്നിട്ടാണ് മോയെ കളി. ഇപ്പൊ എന്തായാലും തരക്കടില്ല മോയെ. നമുക്ക് അടുത്ത മോയെ നോക്കാം. എനിക്ക് കാര്യമായിട്ട് എന്തോ പ്രശ്നമുണ്ട് കേട്ടോ. എനിക്ക് ഇരുന്നോടൊന്നും എണീക്കാൻ പറ്റില്ല എന്ന് തോന്നുന്നു. മിക്കവാറും രണ്ട് കാലുണ്ടാവില്ല. ഓ, രണ്ട് കാലില്ല. അപ്പൊ കാലില്ലാത്ത കൊണ്ട് രണ്ട് സ്റ്റെപ്പ് അടിക്കാം. മോയെ കയ്യും ഇല്ല. അപ്പൊ കൈയില്ലാത്ത കൊണ്ട് രണ്ട് സ്റ്റെപ്പും കൂടി കൂടുതൽ അടിക്കാന്ന് പറഞ്ഞു. സംഗതി സ്റ്റെപ്പൊന്നല്ല, ആ പുല്ല് കടന്ന് നീന്തുക. ഇതിനാണ് സ്റ്റെപ്പ്. അപ്പൊ എന്തായാലും നമുക്ക് അടുത്ത വീഡിയോ നോക്കാം. കേട്ടില്ലേ? അതെന്ത് നിനക്ക് കയ്യില്ലേ? കൈ ഉണ്ടായിരുന്നല്ലോ. അങ്ങോട്ട് വീഡിയോ ഫ്രെയിം അങ്ങോട്ട് പോകുമ്പോൾ കൈ ഉണ്ടായിരുന്നല്ലോ. ഒന്ന് ബാക്ക് അടിച്ച് നോക്കണമല്ലോ. അടാ, വീഡിയോ എടുക്കുമ്പോൾ അത് മര്യാദക്ക് എടുക്കണം. കണ്ടോ? അങ്ങോട്ട് ഫ്രെയിം പോകുമ്പോൾ അവൻ രണ്ട് കൈ ഉണ്ട് അവിടെ. ഒരു കൈവതം നാറ്റുകരുത്. ഓൻ അങ്ങോട്ട് പോയിട്ട് അവൻ ഇങ്ങോട്ട് വിളിക്കുന്ന സമയത്ത് എന്തായാലും അങ്ങോട്ട് പോകുമ്പോൾ കൈയുണ്ട്, ഇങ്ങോട്ട് തിരിച്ച് ഇങ്ങോട്ട് വരുന്ന സമയത്ത് കൈയില്ല. എടുക്കുന്ന വീഡിയോ എങ്കിലും മര്യാദക്ക് എടുത്തുകൊണ്ടേ. എന്തായാലും ഒരു വീഡിയോ കൂടി ഉണ്ട് മലയാളത്തിലുള്ളത്. അതും കൂടി നമുക്ക് നോക്കിയിട്ട് വീഡിയോ നടത്താം. ഇത് തീർന്നില്ലേ? ഈ ഒരു വീഡിയോ നിങ്ങൾ ശ്രദ്ധിച്ച് കേൾക്കാം കേട്ടോ. എനിക്ക് പറഞ്ഞു തരാൻ ഒരു മടിയുണ്ട്, അതുകൊണ്ടാണ്. ഒരാളുടെ കഴുകി തരുമെന്നാണ് ചോദിച്ചത്. അപ്പൊ അതാണ് സംഗതി. അപ്പൊ ഏതൊരു കണ്ടന്റ് എടുത്താലും അതിൽ മലയാളത്തിലുള്ള റീൽസ് എന്തായാലും ഉണ്ടാവും. അപ്പൊ അതിനുവേണ്ടി ഗഹനമായിട്ട് ഞാൻ ഇൻസ്റ്റാഗ്രാം തപ്പിയിട്ടാണ് എനിക്ക് ഈ രണ്ട് വീഡിയോ കിട്ടിയത് കേട്ടോ. അപ്പോൾ എന്തായാലും ഇന്നത്തെ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടിട്ടുണ്ടോ എന്ന് എനിക്കറിയില്ല. ഇഷ്ടപ്പെട്ടെങ്കിൽ വീഡിയോ താഴെ കമൻറ്റ് ചെയ്യുക, ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക. ചാനൽ മറക്കാണ്ട് പറ്റുമെങ്കിൽ സബ്സ്ക്രൈബും കൂടി ചെയ്യുക. അപ്പോൾ എന്തായാലും നമുക്ക് അടുത്തൊരു കിട്ടിയ വീഡിയോ ആയിട്ട് കാണാം. ബൈ.